ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ജീവനക്കാരെയും പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷീജ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുകയാണ്. ദേവസ്വം ജീവനക്കാരെ അടക്കം പ്രതി ചേർത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സമഗ്രമായ വിവരങ്ങൾ? തീർച്ചയായും അക്ഷയ്, ഏതായാലും കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് കേസ് എടുത്തിരിക്കുന്നത്. നിലവിലിപ്പോൾ ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ദേവസ്വം ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഇതിൽ പ്രതികളാകും. പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്ന ഉദ്യോഗസ്ഥർ ഒക്കെ ഇതിൽ പ്രതിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രതികളുടെ പട്ടികയിലേക്ക് വരുമ്പോൾ പ്രതിപട്ടികയിൽ ഉണ്ടാവുക ഒന്ന് 2019 ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, അതോടൊപ്പം തന്നെ 2 തിരുവാഭരണ കമ്മീഷണർമാർ, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ്, ഒപ്പം തന്നെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതിപട്ടികയിലേക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായത് ഇതിലിപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ദേവസ്വം ബോർഡും പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ദേവസ്വം കമ്മീഷണർ പോലീസ് ആസ്ഥാനത്തെത്തിയായിരുന്നു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുക്കാനായിരുന്നു നിലവിൽ നൽകിയ നിർദ്ദേശം. അതിന്റെ അത് പാലിച്ചു തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഷിജ, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇനി എന്തായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ തുടർ നീക്കങ്ങൾ? തീർച്ചയായും ഇപ്പോൾ FIR ഇട്ട സ്ഥിതിക്ക് ഇതിന്റെ തുടർ നടപടികൾ എന്ന രീതിയിൽ ഈ പ്രതിപട്ടികയിലുള്ളവരെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും വേണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അടിയന്തരമായി തുടർ നടപടികളിലേക്ക് ഈ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതാണ്. ശബരിമല ആസ്ഥാനമായ ഒരു ഓഫീസ് എന്ന രീതിയിൽ അവിടെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് SIT സംഘം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ ശബരിമല ആസ്ഥാനമാക്കി തന്നെ ഈ ഒരു കൺട്രോൾ റൂം പോലെ പ്രവർത്തിച്ച് അവിടെ അന്വേഷണം അവിടെ തന്നെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ദേവസ്വം ജീവനക്കാരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.